വലിയ മാന്തലൊക്കെ കോളിലേക്ക് എത്തിയിട്ട് ഫോട്ടോ എടുത്തോട്ടാ എവിടെ ഇവിടെ ബീഞ്ച് ബെൽറ്റൊക്കെ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കടൽ യാത്രയുടെയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ചാവക്കാട് മുനക്കക്കടവ് ഹാർബറിലാണ്. ഇന്നത്തെ നമ്മുടെ യാത്രയുടെ ലക്ഷ്യം കടൽ പക്ഷികളെ സർവേ ചെയ്യുക എന്നുള്ളതാണ്. കടലിൽ ധാരാളം പക്ഷികളുണ്ട്. ഇത്തരം സർവേക്ക് പറയുന്ന പേര് പെലാജിക് ബേർഡ് സർവേ. തൃശ്ശൂരിലെ പക്ഷി നിരീക്ഷകരുടെ കൂട്ടായ്മയായ കോൾ ബേഡേഴ്സാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഉൾക്കടലിലേക്കാണ് പോകുന്നത്. ഉൾക്കടലിലെ പക്ഷികളെ കാണുക, മനസ്സിലാക്കുക ഒക്കെയാണ് നമ്മുടെ ലക്ഷ്യം. ഡിക്സൺ, ശരി. സ്ഥലം എവിടെയാ? കൊല്ലം. കടലിലെ പക്ഷി സർവേക്കാണ് നമ്മൾ പോയതെങ്കിലും ഇത് ഫിഷിംഗ് ബോട്ടായതുകൊണ്ട് നമുക്ക് ഫിഷിങ്ങും കാണാൻ പറ്റി കേട്ടോ. അത് നല്ലൊരു അനുഭവമായിരുന്നു. അത് ഒട്ടും തന്നെ വിടാണ്ട് ഫുൾ വീഡിയോ ആയിട്ട് പകർത്തിയിട്ടുണ്ട്. അതിന്റെ അവിടെ തന്നെടുത്ത് കടല ചെറിയ മാരി ഉണ്ടാവും, ചെറിയ ആയിപ്പുണ്ടാവും. അപ്പൊ എല്ലാവരും പിടിച്ചു നിക്കണം. കോൾ ബേഡേഴ്സും അതുപോലുള്ള പക്ഷി നിരീക്ഷക കൂട്ടായ്മകളെല്ലാം തന്നെ നാട്ടിൻപുറങ്ങളിലും വനങ്ങളിലും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ പക്ഷി നിരീക്ഷണം നടത്താറുണ്ട്. അവർ കാലങ്ങളായിട്ട് ഇത് ചെയ്തു വരുന്നതാണ്. പക്ഷേ ഇത് കടൽ സർവേ ആണ്. കടൽ സർവേ എന്ന് പറഞ്ഞാൽ പൊതുവെ അപൂർവമായിട്ട് നടക്കുന്ന ഒരു സംഗതിയാണ്. കാരണം കടലിലേക്ക് പോകാൻ അനുമതി കിട്ടുക, അതിനെ സംഘടിപ്പിക്കുക എന്നുള്ളതൊക്കെ വളരെ റിസ്ക് ഏറിയ കാര്യമായതുകൊണ്ട് വളരെ ചുരുക്കം കടൽ യാത്രകൾ ഇവിടെ നടന്നിട്ടുള്ളൂ. അതിൽ തന്നെ ഇതിലേക്ക് ഇത് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെ ഒരു ഭാഗ്യം, അത് വളരെ അപൂർവമായി കിട്ടിയ ഒരു ചാൻസാണ്. ചിലരൊക്കെയാണെങ്കിൽ വളരെ എക്സ്പെർട്ടുകൾ നിരന്തരം പലതവണ പോയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ അറിവൊക്കെ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കൂടെ 2 ഡോക്ടർമാരുണ്ട് കേട്ടോ. ഇതാണ് ഇരിക്കണത് ഡോക്ടറെ. ഡോക്ടർ ധന്യ, പീഡിയാട്രിഷ്യനാണ്, യൂണിറ്റി ഹോസ്പിറ്റൽ കുന്നംകുളം അല്ലേ? മാഡം ഗീത, ഗൈനക്കോളജിസ്റ്റ് ആണ്, മദർ ഹോസ്പിറ്റൽ. ഡോക്ടർ ഗീത, ഗൈനക്കോളജിസ്റ്റ്, മദർ ഹോസ്പിറ്റൽ, തൃശ്ശൂർ. മദർ അല്ലേ? ഓക്കെ. ഇത് നമ്മുടെ കൂടെയുള്ള ഫോറസ്റ്റ് ഓഫീഷ്യലാണ്. സാറിൻ്റെ പേര്? പ്രമോദ്. ഓക്കെ. എന്താണ്? സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ. ഓക്കെ. ഫോറസ്റ്റർ അല്ലേ? പണ്ടത്താണ് പേരാണ്. ഓക്കെ. സോഷ്യൽ ഫോറസ്റ്റ്, തൃശ്ശൂർ. ഓക്കെ. പുറംകടലിൽ പോയിട്ട് സർവേ നടത്തലും നിരീക്ഷണം നടത്തലൊക്കെ കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ ഉള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ആളുകളൊക്കെ നമ്മുടെ കൂടെ ഉള്ളത്. ഇവർ ഈ ബോട്ടിലെ പണിക്കാരായ ഡിക്സനും ബദറും ആണ് കേട്ടോ. ഇവർ ഗംഭീരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർ നമുക്ക് വല വലിക്കുന്നതൊക്കെ നന്നായിട്ട് ചെയ്ത് കാണിച്ചു തന്നു. അത് ശരിക്കും വർക്ക് തന്നെ. അപ്പോൾ നമ്മൾ കണ്ടു, മനസ്സിലാക്കി.
അയ്യോ വലയിടാൻ പോവാണ്. ഓട്ടത്തിൽ പെട്ടെന്ന് ആടി വലഞ്ഞു. വലയിട പിടിച്ചു. നമ്മളാ യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അവിടെ നിന്ന് കയറി വന്നേ. എട്ടേകാല്
വല കടലിലേക്ക് ഇറക്കാനും അതുപോലെ തിരിച്ച് വലിച്ച് കയറ്റാനും യന്ത്ര സംവിധാനമുണ്ട്. ഇത് എഞ്ചിനിൽ നിന്ന് നേരിട്ട് ഘടിപ്പിച്ചിട്ടുള്ള ഒരു മെക്കാനിസമാണ് കേട്ടോ. വല ഇറക്കി കുറച്ച് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു അരമണിക്കൂറിനടുത്ത് കഴിഞ്ഞിട്ട് വല തിരിച്ച് വലിച്ച് കയറ്റുക കേട്ടോ. അതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ എഞ്ചിനിലേക്കാണ് അതിൻ്റെ കണക്ഷൻ പോണത്. Besvardı. Besvardı. Vaya cargarte. Cauta. No. Vale. Hangi?
സാധനങ്ങളാണ് നോക്കണം. ബാക്ക് കറങ്ങണ്ട്. ആ നോക്കണം. നിങ്ങളെ ചിലപ്പോ പേരനൊക്കെ തിരിപ്പോവും. പോവില്ലേ? ചെറൊന്നുമില്ല. വലിയ മാന്തലൊക്കെ കോളേജിലേക്ക് എത്തിയിട്ട് ഫോട്ടോ എടുത്തോട്ടാ. അടൂട്ടോ ഒരു അടൂടാ അതോ അത് പറഞ്ഞിട്ട് ഒരു വല ഇവിടെ നമുക്ക് അങ്ങനെ ഇത് ബോട്ടിൻ്റെ സ്റ്റോറാണ്. ഇതിനകത്താണ് മീൻ കിട്ടിയൊക്കെ സൂക്ഷിച്ച് വെക്കുക. അതിൽ ഐസ് ഇട്ടിട്ട് ബോക്സിലാക്കി അതിനകത്ത് വയ്ക്കും. ഇതിപ്പോൾ നമുക്ക് കുറേ മീൻ കിട്ടിയത് കാരണം കോരാൻ വേണ്ടി കൊട്ട എടുക്കുക കേട്ടോ. നമ്മൾ വല ഇട്ടതെന്ന് വെച്ചാൽ ഉച്ചക്കത്തെ കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് മീൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് വല ഇട്ടത്. പക്ഷെ നമുക്ക് 4 കൊട്ടയോളം മീൻ കിട്ടിയിട്ടുണ്ട്.
കഴിച്ചില്ലേ? ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മീനൊന്ന് തരംതിരിക്കുകയാണ്. അതായത് മീനിൽ വലയിൽ കുടുങ്ങിയപ്പോൾ മീൻ മാത്രമല്ല, കുറേ കക്ക, ശംഖ് അതുപോലെ വേറെ എന്തൊക്കെയോ ജീവികളും കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ മീൻ കൊണ്ട് വേർതിരിച്ചിട്ട് മറ്റ് ജീവികളൊക്കെ കടലിലേക്ക് തിരിച്ചു വിടുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. മീനൊക്കെ തെരഞ്ഞു മാറ്റിയതിന് ശേഷം ഇവർ തന്നെയാണ് ഇത് നന്നാക്കി കറി വെച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചഭക്ഷണത്തിനായിട്ട് കൊണ്ടുപോയിരുന്ന കുറച്ച് വെള്ളപ്പമായിരുന്നു. വെള്ളപ്പത്തിന് ഈ നമ്മുടെ മാന്തൽ കറിയും കൂട്ടി വെള്ളപ്പം അടിക്കുന്ന പരിപാടിയാണ് നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടായത്. അതെന്തായാലും അടിപൊളി ഒരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. ഞാൻ മേടിച്ചുതരാം. ഇപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ കടലിൽ ഉപയോഗിച്ച വലയൊന്ന് കഴുകി വൃത്തിയാക്കാണ്. കടലിൽ കൂടെ കുറേ നേരം വലിച്ചപ്പോൾ അതിൽ ചെളിയും ചപ്പൊക്കെ കുടുങ്ങിയിട്ടുണ്ട്. വല മാത്രമല്ല, ബോട്ടിൻ്റെ ഫ്ലോർ ഭാഗവും കഴുകി വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കടലിൽ പോയപ്പോഴേ ഉച്ചക്കത്തെ കറിക്ക് കുറച്ച് മീൻ കിട്ടിയാലോ എന്ന് കരുതി ഒന്ന് വലയിട്ട് നോക്കിയതാണ്. പക്ഷേ വലയിട്ടപ്പോൾ എന്തുണ്ടായി, 4 കൊട്ടയോളം മീൻ കിട്ടി. അത് വളരെ അധികമായിരുന്നു. അതുകൊണ്ട് എന്തായി, നമ്മൾ പങ്കെടുത്ത ആളുകൾക്കൊക്കെ അവിടെ നിന്ന് മീൻ തന്നയച്ചു. എനിക്കും കിട്ടി വലിയൊരു കിറ്റ്. അപ്പോൾ അത് വീട്ടിൽ കൊടുന്നപ്പോൾ അത് അത്രയും മീൻ നമുക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് കഴിച്ച് തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് അടുത്ത വീടുകളിലൊക്കെ കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ യാത്ര കൊണ്ട് ഇങ്ങനെ ഫ്രഷ് മീനും കഴിക്കാനും പറ്റി, ആ മീൻ പിടിക്കുന്നത് എങ്ങനെയെന്ന് കാണാനും പറ്റി, അതിലൊക്കെ സജീവമായിട്ട് ഇടപെടാനും പറ്റി. അപ്പോൾ അങ്ങനെ നല്ലൊരു അനുഭവമായിരുന്നു ഇന്നത്തെ യാത്ര കൊണ്ടുണ്ടായത്. വീട്ടിൽ കൊണ്ടുവന്ന മീൻ തന്നെ വളരെയധികം ഉണ്ടായതുകൊണ്ട് ഗംഭീരമായിട്ട് കറി വയ്ക്കാനും പറ്റി, കുറേ ഭാഗം വറക്കാനും പറ്റി. അതായത് അന്നത്തെ രാത്രിയും കഴിച്ചു, പിറ്റേ ദിവസം പകലും കഴിച്ചു. അങ്ങനെ ഗംഭീരമായ ഒരു അനുഭവം തന്നെയാണ് കേട്ടോ ആ യാത്ര കൊണ്ടുണ്ടായത്. നമുക്ക് വീട്ടുകാർക്കും ഉൾപ്പെടെ അത് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കി തന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.